إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുകയും ഹവ്വാ ബീവിയെയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സ്വർഗത്തിൽ പാർപ്പിക്കുകയും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല അവരോട് പറയുകയും നിങ്ങൾക്ക് എല്ലാം ഇവിടെയുള്ള എല്ലാം ആസ്വദിക്കാം, അനുഭവിക്കാം. ആ ഒരു ഇലയിൽ, ആ ഒരു മരത്തിൽ നിന്നുള്ള പഴം നിങ്ങൾ ഭക്ഷിക്കരുത്, ആ മരത്തെ നിങ്ങൾ സ്പർശിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയും, എന്നാൽ അവർക്കുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് പിശാച് അവരെ ദുർബോധനം നടത്തുകയും അവർ അതിൽ വശംവദരാവുകയും
അവർക്ക് വിലക്കപ്പെട്ടിട്ടുള്ള ആ പഴം അവർ ഭക്ഷിക്കുകയും ചെയ്തു. ആ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അറാഫിന്റെ 20-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഫദല്ലാഹുമാ ബിഗുറൂർ, അങ്ങനെ അവർ ഇരുവരെയും വഞ്ചനയിലൂടെ പിശാച് തരം താഴ്ത്തി കളഞ്ഞു. ഫലമ്മാ ദാഖാ അശ്ശജറ, അവർ ഇരുവരും ആ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയതോടെ ബദത് ലഹുമാ സൗആതുഹുമാ, അവർക്ക് അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ, ഔറത്തുകൾ വെളിപ്പെട്ടു. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, ആ തോട്ടത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് അവർ ഇരുവരും തങ്ങളുടെ ശരീരം പൊതിഞ്ഞുകൊണ്ടിരുന്നു. വനാദാഹുമാ റബ്ബുഹുമാ, അവർ ഇരുവരെയും അവരുടെ രക്ഷിതാവ് വിളിച്ചു പറഞ്ഞു, അലം അൻഹാകുമാ അൻ തിൽകുമാ ഷജറ, ആ മരത്തെ നിങ്ങളെ തൊട്ട് വിരോധിച്ചിട്ടില്ല ഞാൻ. വഅഖുൽ ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ലേ എന്ന് അല്ലാഹു തആല അവരോട് ചോദിക്കുകയും അവർ ആ വിലക്ക് ലംഘിച്ചു എന്ന കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയുമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവർ രണ്ടുപേരും പാപമോചനം നടത്തുന്ന സന്ദർഭമാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. അതിനുശേഷം അല്ലാഹു തആല പറയുകയാണ്, യാ ബനി ആദം, മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കാൻ പാകത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്കിതാ ഞാൻ ഇറക്കി തന്നിരിക്കുന്നു. ലിബാസൻ യുവാരി സൗആതിക്കും വരീഷ, നിങ്ങൾക്ക് വസ്ത്രവും അലങ്കാരവും ഞാൻ നൽകിയിരിക്കുന്നു എന്നാണ്. വലിബാസു തഖ്വ ദാലിക ഖൈർ, എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, തഖ്വയാകുന്ന വസ്ത്രമാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, നന്മയായിട്ടുള്ളത്. ദാലിക മിൻ ആയാത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ചു മനസ്സിലാക്കാൻ, അവർ ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വസ്ത്രം നൽകി എന്നുള്ളത്, നിങ്ങൾക്ക് അലങ്കാരം നൽകി എന്നുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അങ്ങനെ ഈ ലോകത്തു മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതകൾ ഒന്നായി വസ്ത്രം മാറി. എന്തിനാണ് വസ്ത്രം? നാണം മറക്കുക എന്നുള്ളത് മാത്രമല്ല, അലങ്കാരവും കൂടിയായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് തരം വസ്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഭൗതികമായിട്ടുള്ള വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ട്, ഭൗതികമായിട്ടുള്ള വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ആന്തരികവും ആത്മീയവുമായിട്ടുള്ള ഒരു വസ്ത്രത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രം അത് നിങ്ങൾക്ക് ഖൈറാണ്, നന്മയാണ് എന്നുള്ളതാണ്. എന്താണ് തഖ്വയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭക്തിയാണത്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കലാണത്, ചീത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും സംരക്ഷിക്കുന്ന പരിചയാണ് തഖ്വ. അതാണ് ഇവിടെ തഖ്വയാകുന്ന വസ്ത്രം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്തുകൊണ്ടാണ് ദാലിക ഖൈർ, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയാൻ കാരണം? ഭൗതികമായിട്ടുള്ള വസ്ത്രം അവന്റെ ശരീരത്തിന്റെ ബാഹ്യമായിട്ടുള്ള നഗ്നതയെയാണ് മറക്കുന്നത്. എന്നാൽ തഖ്വയാകുന്ന വസ്ത്രം മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള തിന്മകളെയും ദുഷിച്ച ചിന്തകളെയും മറക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ശാരീരികമായിട്ടുള്ള വസ്ത്രങ്ങൾ കീറിപ്പോകും, അത് പഴകി തീരും. എന്നാൽ തഖ്വയാകുന്ന വസ്ത്രം ഒരാളിൽ ഉണ്ടായാൽ അത് നശിച്ചു പോവുകയില്ല എന്നുള്ളതാണ്. ബാഹ്യമായിട്ടുള്ള വസ്ത്രം ഈ ദുനിയാവിൽ മാത്രമുള്ളതാണ്, ഈ ദുനിയാവിൽ ഉപയോഗിക്കുവാനുള്ളതാണ്. പക്ഷേ ലിബാസു തഖ്വ, തഖ്വയാകുന്ന വസ്ത്രം എന്നുള്ളത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നരകശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം, കവചമാണ്. അതുകൊണ്ടാണ് ദാലിക ഖൈർ, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞത്. ആ ഒരു തഖ്വയാകുന്ന വസ്ത്രമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളതെല്ലാം ശരിയാവുക. തഖ്വയാകുന്ന വസ്ത്രം ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക, മാന്യമായിട്ടുള്ള വസ്ത്രമായിരിക്കും ധരിക്കാൻ ശ്രദ്ധിക്കുക. പുറമേനിയിൽ ശരീരത്തെ മറക്കുന്ന വസ്ത്രം അത് എങ്ങനെയാണ് എന്നുള്ളത് ഉള്ളിലുള്ള തഖ്വയാകുന്ന വസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു തആല എങ്ങനെയാണോ പഠിപ്പിച്ചത്, അല്ലാഹു തആല എങ്ങനെയാണോ നിർദ്ദേശിച്ചത്, അതനുസരിച്ചായിരിക്കും അവൻ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളുടെ വിധിവിലക്കുകൾ, അതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ നേരിടാറുണ്ട്. പക്ഷേ ആക്ഷേപങ്ങളെ ഭയന്ന് റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കേണ്ടവരല്ല നമ്മൾ. ചില ആളുകൾ ആക്ഷേപങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അല്ലാഹുവിന്റെ ആ വിഷയത്തിലുള്ള കൽപ്പനകളെ, അല്ലാഹുവിന്റെ ആ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങളെ അവഗണിക്കാറുണ്ട്. വസ്ത്രം കൊണ്ട് നന്മകളെ ഇല്ലാതാക്കുന്ന ആളുകളുണ്ട്. ഒരാളുടെ ബാഹ്യമായിട്ടുള്ള വസ്ത്രധാരണം അവന്റെ ഉള്ളിലുള്ള തഖ്വയുടെ പ്രതിഫലനമായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വസ്ത്രത്തിൽ പൊതുവായി സ്ത്രീകളും പുരുഷന്മാരും പൊതുവായി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ധൂർത്തും അഹങ്കാരവും ഒഴിവാക്കുക എന്നുള്ളത്. വസ്ത്രം ധൂർത്തായിട്ട് വസ്ത്രം വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അഹങ്കാരം, ആ വസ്ത്രം ഇത് ഇന്ന ബ്രാൻഡിന്റെയാണ്, ഇത് ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞ് മേനി നടക്കുന്ന ചില ആളുകളുണ്ട്. അഹങ്കാരമാണത്. ആ അഹങ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ ഉണ്ടാവുക, പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളത്, വലതിനെ മുന്തിക്കുക എന്നുള്ളത്, വസ്ത്രം വൃത്തിയോടെ കൊണ്ടു നടക്കുക, വൃത്തിയും വെടുപ്പും ഉണ്ടാവുക എന്നുള്ളത്. വസ്ത്രം ഒരാൾ ധരിക്കുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും സാമൂഹികമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകാറ്. സ്ത്രീകളെ മാത്രം നിയമങ്ങളിൽ പെടുത്തി എന്നുള്ളതല്ല, നേരെ മറിച്ച് പുരുഷന്മാർക്കും ശക്തമായ നിർദ്ദേശങ്ങൾ വസ്ത്രത്തിന്റെ കാര്യങ്ങളിലുണ്ട്. പുരുഷന്മാരുടെ വേഷവിധാനങ്ങൾ വലിയ അശ്രദ്ധ കടന്നു വരുന്ന ചില കാര്യങ്ങൾ. അതിലൊന്നാണ് അവന്റെ ഔറത്ത് പരിപൂർണമായി മറയുന്നില്ല എന്നുള്ളത്. പുരുഷന്റെ ഔറത്ത് ഏതാണ്? മുട്ടുപുക്കളിന്റെ ഇടക്കുള്ളതാണ്. എന്നാൽ മുട്ടുമറയാത്ത മുറിയൻ വസ്ത്രങ്ങൾ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുന്നു. ബാങ്ക് കേട്ടാൽ അതിന്റെ ഉത്തരമായി ഞാൻ പള്ളിയിലേക്ക് പോയി എനിക്ക് ആ വസ്ത്രം വിട്ടുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പല യുവാക്കൾക്കും അതിന് പറ്റാത്തൊരവസ്ഥയാണ്. ആ രൂപത്തിൽ അവർ ഫാഷനാണ് എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ ചില ആളുകൾ അവരുടെ വസ്ത്രം വളരെ ചെറിയതായതുകൊണ്ട് സുജൂദിൽ പോകുന്ന സമയത്ത് ഔറത്ത് കാണുന്നു. പിന്നെ അവൻ ചെയ്യുന്ന കാര്യം അവന്റെ ഷർട്ട് വലിച്ചു താഴ്ത്തലാണ്. വലിച്ചു താഴ്ത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ചില യുവാക്കൾക്കുള്ളത്. ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിൽ നിൽക്കണം എന്നുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിൽ നേരെ തിരിച്ചാണ്. നെരിയാണിക്ക് മുകളിൽ കണങ്കാലിലാണ് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രം നിൽക്കുന്നത്, അവരുടെ പാന്റ് നിൽക്കുന്നത്, അവരുടെ ലെഗിൻ നിൽക്കുന്നത്, അവരുടെ കണങ്കാലിൽ ഇറുകിയ രൂപത്തിൽ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രം നിൽക്കുന്നത്. നേരെ മറിച്ചാണ് നമ്മുടെ സമൂഹത്തിലെ ആൺകുട്ടികൾ, സമുദായത്തിലെ ആൺകുട്ടികൾ. അവരുടെ പാന്റ് നിലത്തടിച്ചാണ് നടക്കുന്നത്. നേരെ തിരിച്ചാണ് ഇസ്ലാമിന്റെ നിയമം, നേരെ തിരിച്ചാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസ്ഫലി അളലത്തി സാഖി, എൻ്റെ കണങ്കാലിന്റെ പേശി പിടിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ മൗളിഉൽ ഇസാർ, ഇതാണ് നിന്റെ വസ്ത്രത്തിന്റെ, നിന്റെ തുണിയുടെ സ്ഥാനം. കണങ്കാലിന്റെ ഭാഗത്ത് പിടിച്ചുകൊണ്ടാണ്, കണങ്കാലിന്റെ പേശിയിൽ പിടിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഫഇൻ അബൈത, താങ്കൾക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഫഅസ്ഫൽ, കുറച്ച് താഴെയാവാം. ഫൈൻ അബൈത, അതും പോരായെങ്കിൽ ഫഅസ്ഫൽ, കുറച്ചും കൂടി താഴെ ആകാം. ഫൈൻ അബൈത ഫലാ ഹഖ്ഖ ലിൽ ഇസാരി ഫിൽ കഅബൈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നെരിയാണിയിൽ വസ്ത്രത്തിന് യാതൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞാൽ നെരിയാണിയിൽ വസ്ത്രം, നെരിയാണിക്ക് മുകളിലായിട്ടാണ് നമ്മുടെ വസ്ത്രം നിൽക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വീണ്ടും ഒന്നുകൂടെ ഗൗരവത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്താൽ അതിന് പ്രത്യേകമായി ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് നിന്റെ അർത്ഥം. അല്ലാഹു തആല സംസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതിലൊന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൽ മുസ്ബിലു ഇസാറ, വസ്ത്രം നിലത്തി വെച്ച് നടക്കുന്നവൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാ അസ്ഫല മിനൽ കഅബൈൻ മിനൽ ഇസാർ ഫഫിന്നാർ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്നുള്ളതാണ്. എന്തിനാണ് ഇത്ര സ്ട്രോങ് ആയി പറയുന്നത്? എന്തിനാണ് ഇത്ര കഠിനമായി പറയുന്നത്? എന്താണ് കുറച്ചങ്ങ് ഇറങ്ങിയാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്ന അല്പജ്ഞാനികളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല ഒരു നിർദ്ദേശം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. മുസ്ലിം എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങിയവൻ എന്നാണ്, വഴിപ്പെട്ടവൻ എന്നാണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതേപോലെ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ചാണ് നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം, നമ്മുടെ യുവാക്കളുടെ കാര്യം, നമ്മുടെ തന്നെ കാര്യം പല ആളുകളും അത് വലിയ ഒരു ഗൗരവമുള്ള വിഷയമായി എടുക്കാതെ അവർക്ക് തോന്നിയ പോലെ വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ട്. അറിയുക, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, ശിക്ഷ ലഭിക്കുന്ന വിഷയമാണ്, ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ്. സ്ത്രീയുടെ വസ്ത്രധാരണവും ഹിജാബും ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സമയം നാം ഈ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഹിജാബിന്റെ വിഷയത്തിൽ
സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുക, ആത്മപരിശോധന നടത്തുക. ഹിജാബ് എന്നുള്ളത് കേവലം ഒരു ശിരോവസ്ത്രം അല്ലെങ്കിൽ തട്ടം മാത്രമല്ല, അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ശരീരം മറയണം എന്നുള്ളതാണ്. ചില സ്ത്രീകൾ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവരുടെ അവസ്ഥ തട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ തട്ടമുണ്ട്, പക്ഷേ അവരുടെ തല മറയുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകളുടെ കാൽഭാഗം മറയും, ചില ആളുകളുടെ അരഭാഗം പകുതി മാത്രം മറയും തലയുടെ. ചില ആളുകൾ തോളിലൂടെ ചുറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. ഇത് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ വീട്ടിലുള്ള മക്കളാണ് ചെയ്യുന്നത്, നമ്മുടെ ഭാര്യമാരാണ് ചെയ്യുന്നത്, നമ്മുടെ പെങ്ങന്മാരാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെതിരെ പറഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മൾ അതിനെതിരെ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് അവർക്ക് നേരാവണ്ണം വസ്ത്രം ധരിക്കുവാനുള്ള പ്രചോദനമായിട്ടുണ്ടാവുക? ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ കാര്യം, കൃത്രിമമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പർദ്ദ ധരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ മുഖത്ത് പലതുമാണ്, അവരുടെ മുഖത്ത് പലതും വാരിത്തേക്കുകയാണ്. അവരുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കുകളും അതുപോലെയുള്ള മറ്റു പലതുമാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതിനായി കിറ്റുകളുണ്ട് അല്ലേ? അതിനായി കിറ്റുണ്ട്. നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്ന ചോദ്യമില്ല, അത് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കാൻ. നിന്റെ മകൾ എന്തിനാണോ ഈ ലിപ്സ്റ്റിക്കും അതുപോലുള്ള മറ്റു മേക്കപ്പുകൾ നടത്തി അത് ചെയ്തുകൊണ്ട് നാട്ടിലൂടെ നടക്കുന്നത് എന്തിനാണ്? നീ എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? എന്തിനാണ്? നാട്ടുകാർ നിന്റെ മകളുടെ ചുണ്ടത്ത് നോക്കാനോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മുമ്പ് അത് കുറവായിരുന്നു. ഇന്ന് എല്ലാവരും, ചെറിയ കുട്ടികളെ മാതാക്കൾ പ്രേരിപ്പിക്കാൻ, കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാണ്? ലിപ്സ്റ്റിക് തേച്ചു കൊടുക്കാൻ. അത് കുറവാണല്ലോ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മര്യാദയില്ലാതെ നമ്മൾ സമൂഹത്തിൽ നടക്കുകയാണ്, ജീവിക്കുകയാണ്. അല്ലെങ്കിൽ നിന്റെ ഭാര്യ ലിപ്സ്റ്റിക് തേച്ച് നടക്കുമ്പോ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നാട്ടുകാരൻ നിന്റെ ഭാര്യയുടെ ചുണ്ടത്ത് നോക്കാനാ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കുക, ഇങ്ങോട്ടൊരു പർദ്ദയും. ശരിയാവോ? അങ്ങനൊന്നും ഗൗരവമായിട്ട് പറയേണ്ടതില്ല ഖത്തീബ്. ചില ആളുകൾക്ക് അഭിപ്രായം, നിങ്ങൾക്കത് ചെയ്യാം, ഇത് ഞങ്ങൾക്ക് കാണണം, അതിനെതിരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? എന്താണ്? അവർ നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മകളല്ലേ, നമ്മുടെ ഭാര്യയല്ലേ, നമ്മുടെ സഹോദരിയല്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ മകൾ ഹിജാബില്ലാതെ പുറത്തു പോകൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഭാര്യ ഹിജാബില്ലാതെ പുറത്തു പോകൂല നമ്മൾ തീരുമാനിക്കണം. എന്താ തീരുമാനിക്കാൻ പറ്റൂലേ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണില്ലേ? ഇത് മാത്രം ഓലെ താല്പര്യ തന്നെ, ഇത് ഓരോ താല്പര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കേണ്ടതാണോ? ഖൂ അൻഫുസകും വഅഹ്ലീകും എന്നാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതിലെ നമുക്ക് ബാധ്യതയില്ലേ?
നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചെറിയ കുട്ടികളെ എന്ത് ചെയ്യണം? നിങ്ങൾ പരിശീലിപ്പിക്കണം. ചെറിയ കുട്ടിയാണ്, തട്ടൊന്നും ഇടാനായിട്ടില്ല. ചെറിയ കുട്ടിയാണ്, മഫ്തൊന്നും ഇടാനായിട്ടില്ല. ഓൾ 6-ലെത്തിയിട്ടുള്ളൂ, 7-ലെത്തിയിട്ടുള്ളൂ, പിന്നെ 8-ലെത്തിയിട്ടുള്ളൂ ഉണ്ടാവുക. പല പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, നമ്മളെ കുട്ടികൾ നമുക്ക് എന്തില്ല, വലുതാവൂല. വലുതായി എന്ന് തോന്നുമ്പോഴേക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ നിയമനിർദ്ദേശങ്ങളും ചെറിയ പ്രായത്തിൽ അവരെ പരിശീലിപ്പിക്കണം. അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 7 വയസ്സ് മുതൽ നിങ്ങൾ പരിശീലനം തുടങ്ങണം എന്ന് പറഞ്ഞത്. ആ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഇസ്ലാമിന്റെ വസ്ത്രധാരണങ്ങൾ കുട്ടികളെ പാലിപ്പിക്കണം, അവരെ പരിശീലിപ്പിക്കണം. അപ്പൊ കുട്ടിയല്ലേ എന്ന് പറയരുത്. കുട്ടിക്കൊരു ശീലമുണ്ടാകണമെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കണം. പിന്നീട് അവർ ശീലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ തന്നെയാണ് മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഈ ഇസ്ലാം എന്ന ദീൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് ആ രൂപത്തിൽ. പക്ഷെ നമുക്കെന്തില്ല, നമുക്കതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധയുമില്ല, ജാഗ്രതയുമില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ ഭയങ്കരമായിട്ട് അവിടെ പോയാൽ നല്ല ഇംഗ്ലീഷ് കിട്ടും, അവിടെ പോയാൽ നല്ല എഡ്യൂക്കേഷൻ ആണ്. എന്നാലോ അവിടുത്തെ എഡ്യൂക്കേഷൻ എന്നുള്ളത് അവിടെ പ്രിൻസിപ്പൾ സംസാരിച്ചപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി അതിന്റെ നിലവാരം. നമുക്ക് തോന്നുകയാണ് ആ സ്കൂളിൽ പോയാൽ, നമുക്ക് പ്രതീക്ഷയാണ് ആ സ്കൂളിൽ പോയാലോ ഹിജാബ് ധരിക്കാൻ പറ്റൂല, എന്നായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് നമ്മൾ തീരുമാനിക്കണല്ലേ. കഴിഞ്ഞ ഇതില് വിവാദം ഉണ്ടായത് എന്താണ്? ഹിജാബ് ധരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സമയത്താണ് വിവാദം ഉണ്ടായത്. അവിടെ ഒരു മുസ്ലിമിന്റെ കുട്ടി മാത്രമല്ലല്ലോ, പല മുസ്ലിങ്ങളുള്ളേ. ആ മുസ്ലിങ്ങളുടെ കുട്ടികൾ അവർ തട്ടമിടാതെയാണ് പറഞ്ഞയക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ മക്കൾ പോകുന്നതിന് മുമ്പ് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാകണം. എന്റെ കുട്ടിക്ക് ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ പഠിക്കാൻ സാധിക്കണം എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ കുട്ടിയെ അവിടെ പഠിപ്പിക്കേണ്ടതുള്ളൂ. അല്ലാതെയുള്ള സ്ഥലങ്ങളില്ലേ ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം, അത് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷയാണ്, അമിത പ്രതീക്ഷ. അവിടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അവിടെ എന്ത് നിയമമാണെങ്കിലും സ്കൂളിന്റെ നിയമമാണ്. സ്കൂളിന്റെ നിയമം ഇസ്ലാമിനെതിരാണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്നത് ഹറാമാണ്. മനസ്സിലായോ? അതിന് വേറെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സംവിധാനങ്ങളിലേക്ക് നീങ്ങാം. തട്ടിടാൻ പറ്റൂല എന്ന് നിങ്ങളുടെ കുട്ടീനെ പറ്റി നിങ്ങളുടെ സ്കൂളിൽ പറയുകയാണെങ്കിൽ ആ സ്കൂൾ വേണ്ട എന്ന് വെക്കാനുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടാകണം. അതാ പറഞ്ഞത്. നിങ്ങളുടെ കുട്ടിയെ ജുമാക്ക് പോകാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ആ സ്കൂൾ ഒഴിവാക്കാനുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടാകണം. ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുട്ടിയെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. ആ കുട്ടിയെ നിങ്ങൾക്ക് പിന്നെ കിട്ടൂല. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ആ രൂപത്തിൽ ഇസ്ലാമികമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു കുടുംബമായി ഒരു ചുറ്റുപാടുണ്ടാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ നിലക്കും അള്ളാഹുവിന്റെ വിധിവിലക്ക് എന്താണോ അത് ഞാൻ പൂർണ്ണമായും ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ കുടുംബത്തോടൊപ്പം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കണം എന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. വസ്ത്രം എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമായിട്ടുള്ള ആ വസ്ത്രമെന്ന നിഅമത്ത് നമുക്കുണ്ടാകുമ്പോൾ അതിന് ശുക്ർ കാണിക്കണം. അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ പാലിക്കണം. അതിൽപ്പെട്ടതാണ് ഒന്ന്, വസ്ത്രം ധരിക്കുന്ന സമയത്തും വസ്ത്രം അഴിക്കുന്ന സമയത്തും ബിസ്മില്ലാ എന്ന് പറയാം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സ് ഇട്ടത്. മഹാഭൂരിപക്ഷ ആളുകളും മറന്നിട്ടുണ്ടാകും. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് വസ്ത്രം ധരിക്കേണ്ടത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാണ് വസ്ത്രം അഴിക്കേണ്ടത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അത് വസ്ത്രം ധരിക്കുമ്പോഴാണ്. ഏത് വസ്ത്രമാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്റെ യാതൊരു കഴിവുമില്ലാതെ ശക്തിയുമില്ലാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും എന്നെ ഇത് അണിയിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും നന്ദിയും. അതേപോലെ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും. അൻത കസൗതനി, നീയാണ് ഇത് എന്നെ അണിയിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു, അള്ളാഹുവെ ഇതെന്തിനു വേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ നന്മയിൽ നിന്ന്, ഇതിൻ്റെ നന്മയിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു, ഇതിൻ്റെ തിന്മയിൽ നിന്നും, ഇത് ഏതെന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അതിൻ്റെ തിന്മയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇത് പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പ്രാർത്ഥന പഠിക്കുന്നത് വരെ ബിസ്മില്ലാ എന്നുള്ളത് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.